ബാംഗ്ലൂർ ലഹരി മാഫിയ സംഘ തട്ടിപ്പ്. എന്റെ കാസറ്റ് എന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ അബ്ദുൽ ഹക്കീം എന്ന ചെറുപ്പക്കാരൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വളരെ ഭയപ്പെടുത്തുന്നതാണ്. ഓരോ ദിവസവും അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസിൽ ബാംഗ്ലൂർ നടക്കുന്ന ലഹരി മാഫിയ സംഘ തട്ടിപ്പിന്റെ ഇരകൾ കൂടുതലും മലയാളികളാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഈ 3 കോളേജിന്റെ AJB ലേഔട്ട് എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്ത് ഒരു തമ്പടിച്ച ഒരു ടീമുണ്ട്, ഒരു ഗ്യാങ്. അതായത് മലയാളികളും മറ്റു കർണാടക ഉദ്യോഗസ്ഥന്മാർക്കടക്കം പങ്കുള്ള ഒരു ഗ്യാങ്. ആ ഗ്യാങ് നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള വെളിപ്പെടുത്തലാണ് ആ യുവാവ് നടത്തിയത്. അതായത് അവിടെ നടക്കുന്നത്, ഇവർ ടാർഗറ്റ് ചെയ്യും ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആരെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് ഇവർ എന്താക്കും, ഇവരുടെ ഗ്യാങ്ങിനെ വെച്ചിട്ട് അവരുമായി അടുപ്പം കൂടും. അതായത് ഇപ്പോൾ ഒരാണാണെങ്കിൽ ഒരു പെണ്ണിനെ, അവരുടെ ഗ്യാങ്ങിലുള്ള ഒരു പെണ്ണിനെ അയച്ചിട്ട് ഇവർ കൂടുതൽ അടുപ്പം ഉണ്ടാക്കിയതിന് ശേഷം അവരെന്താക്കും, ഇവരുടെ കയ്യിലുള്ള ആ MDMA മറ്റു ലഹരി ഉപയോഗ വസ്തുക്കളും അവൻ്റെ റൂമിലോ അവൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അവനെ ആ ഒരു ട്രാപ്പിലേക്ക് അകപ്പെടുത്തിയതിന് ശേഷം ഇവർ ഉദ്യോഗസ്ഥരെ അയക്കും. ഇവരുടെ സ്വാധീനത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവർ ആ റൂമിലേക്ക് അയച്ച്, അതായത് ഇവരെന്താണോ അവിടെ നിക്ഷേപിച്ചത് അത് പിടിച്ചെടുക്കും. അങ്ങനെ കേസാക്കി ആ വിദ്യാർത്ഥികൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യും. ആ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യുന്ന ആ ടൈം അർജുൻ പിള്ള എന്ന് പറഞ്ഞ പരനാറി എന്നാണ് ശരിക്കും പറയേണ്ടത്. ഈ അർജുൻ പിള്ളയാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്. അവന് മലയാളം ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ മലയാളി ഫാമിലികളോട് സംസാരിക്കും. എന്നിട്ട് ഈ കേസിൽ നിന്ന് നമുക്ക് ഊരാൻ കഴിയും, പക്ഷേ ഇത്ര പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും, 5 ലക്ഷം 10 ലക്ഷം, അങ്ങനെ ഓരോ ഫാമിലിയിൽ നിന്നും അങ്ങനെ ആയിരക്കണക്കിന് ഫാമിലിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തട്ടിപ്പിന് ഇരയായത്. ഇത് കൂടാതെ ഈ ലഹരി സംഘങ്ങളിലേക്ക് അകപ്പെടുന്നത് നമ്മൾ ഇവിടുന്ന് പഠിക്കാനയക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും. ഭയങ്കരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ. കാരണം മെൻ്റലി അവർ ട്രോമ ബാധിച്ച് അവരവരുടെ കരിയറും അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് കേരളത്തിൽ നിന്ന് മരിച്ച ഷംനയും ശാലോമും ഒക്കെ. അവരൊക്കെ സൂയിസൈഡ് ചെയ്തത് ഈ പറയുന്ന ഗ്യാങ്ങുമായിട്ടുള്ള അടുപ്പാണ്. അതുകൊണ്ട് ഇതിന് ഇരയായ ഓരോ മാതാപിതാക്കളും മുന്നോട്ട് വന്ന് ഇതിനെ അന്വേഷണത്തിന് വേണ്ടി സഹകരിക്കുക. കാരണം കേരള പോലീസ് അന്വേഷണവും എല്ലാം ഇതിനു വേണ്ടി വരും. കാരണം കേരളത്തിൽ നിന്നുള്ള അത്ര ആൾക്കാരാണ് ഈ ട്രാപ്പിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കർണാടക സർക്കാരും കേരള സർക്കാരും ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ. കാരണം കുറെ വിദ്യാർത്ഥികളുടെ ജീവനും കുടുംബങ്ങളുടെ ജീവിതവും ഇല്ലാണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോസും ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഇതിൻ്റെ അധികാരികളിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ഈ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുക.